ഹർജിക്കാരനായ ശ്രീ മഹേന്ദ്രകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മഹേന്ദ്രകുമാർ, ശബരിമലയിലെ അപ്പമരവണ പ്രസാദത്തിൽ ഉണ്ടാകുന്ന പലതരം വീഴ്ചകൾ താങ്കൾ എപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വയനാട് നിന്നുള്ള ഒരു സംഭവമാണ് നമ്മൾക്ക് പറയാനുള്ളത്. എരുമേലിയിൽ നിന്ന് വാങ്ങിയ അരവണ ടിന്ന് പൊട്ടിത്തെറിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം നോക്കിയപ്പോൾ, ഈ വാങ്ങിയ ആൾ നോക്കിയപ്പോൾ അതിൽ 7 ദിവസത്തെ കാലാവധി മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഉടനെ തന്നെ അദ്ദേഹം ശബരിമലയിൽ നിന്ന് വാങ്ങിയ മറ്റൊരു ടിൻ പരിശോധിച്ചപ്പോൾ അതിൽ ഇത്തരത്തിലൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നില്ല. വലിയ ആശയക്കുഴപ്പത്തിലാണ് ഭക്തർ. താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമസ്കാരം. ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഞാൻ ഹർജി കൊടുത്തിട്ടുള്ളതാണ്. അരവണയുടെ കാര്യത്തിലായാലും ഉണ്ണിയപ്പത്തിന്റെ കാര്യത്തിലായാലും. അതിൽ കഴിഞ്ഞ തവണ കൊച്ചിയിൽ നിന്ന് പോയിട്ടുള്ളവർ ഭക്തർക്ക്, എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടിയത് അറിയാലോ. അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് ഉണ്ണിയപ്പം പഴകിയതാണെന്നതുപോലെ. ഈ എക്സ്പയറി ഡേറ്റ് വെച്ചത് എനിക്ക് തോന്നുന്നു ഈ തുലാമാസത്തിൽ, കന്നി തുലാമാസങ്ങളിലൊക്കെ നിർമ്മിച്ചതായിട്ടുള്ള അരവണയും ഉണ്ണിയപ്പവും അത് ഉണ്ടാക്കി കച്ചവടം തീർത്തതിന് ശേഷം പുതിയ ബാച്ചിലുള്ളതായിരിക്കാം ചിലപ്പോൾ കോടതിയുടെ ഇടപെടലൊക്കെ കണ്ടിട്ട് എക്സ്പയറി ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ കാര്യത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അലംഭാവം തുടരുന്നു എന്നാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. അവരൊരിക്കലും ഈ വിഷയം നേരെയാക്കാൻ അവർക്ക് താല്പര്യപ്പെടുന്നില്ല. കോടതിയിൽ കേസ് എത്തിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനകത്ത് ബാക്കി എന്ത് കാര്യങ്ങൾ, ഇപ്പം ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഒക്കെ റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട്. കോടതി വ്യവഹാരങ്ങൾ എപ്പോഴും സ്ലോ ഡൗൺ ആയി നടക്കുന്നു എന്നൊരു പരാതി ഹർജിക്കാർക്ക്, ഞാൻ ഉൾപ്പെടുന്ന പലർക്കുമുണ്ട്. കാരണം അവിടെ ഓരോ ദിവസവും ഹർജി എത്തുന്നു, ഒരാഴ്ച കഴിഞ്ഞ് ഡേറ്റ് വയ്ക്കുന്നു, ഇങ്ങനെ പല പല സാഹചര്യങ്ങളിൽ മാറി മാറി ഇങ്ങനെ നീങ്ങി പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയാമണ്ണമുള്ള ഒരു നീതി ഈ വിഷയങ്ങളിൽ മുമ്പോട്ട് പോകുന്നവർക്ക് കിട്ടുന്നില്ല. ഞാൻ ഉൾപ്പെടുന്ന ആൾക്ക് ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ ഇത്തരം വിഷയങ്ങളിൽ നീതി കിട്ടാറില്ല. തുടർച്ചയായി ഇനിയും ഇത്തരത്തിലുള്ള അപജയങ്ങൾ ശബരിമലയിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരിക്കലും അവർ എന്നെ തല്ലണ്ടാമാവാൻ ഞാൻ നന്നാവില്ല എന്നുള്ള ലൈനിലാണ് ദേവസ്വം ബോർഡ് നിലകൊള്ളുന്നത്. അതെ, വളരെ നന്ദി ശ്രീ മഹേന്ദ്രകുമാർ പ്രതികരിച്ചതിന്.